എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ഡെപ്പോയിൽ നിന്ന് നടത്തിയ ഗവി ടൂറിന്റെ ആദ്യത്തെ ഭാഗമാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായ അടവി എക്കോ ടൂറിസം പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടവഞ്ചി സഫാരിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായ അടവി എക്കോ ടൂറിസം പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഗവിയുടെ മുഴുവൻ വീഡിയോയും ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഗവി ട്രിപ്പിന്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായ പരുന്തുംപാറ വിസിറ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് ആ വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഗവിയുടെ മുഴുവൻ വീഡിയോയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. വീഡിയോ തുടർന്ന് കാണുക. ഇവിടെ കൂടുതൽ ഡയലോഗൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ഒറിജിനൽ സൗണ്ടുമായി ഈ വീഡിയോ തുടർന്ന് കാണാം. കുട്ടവഞ്ചി കയറുമ്പോ പിടിച്ചിരിക്കണ്ട. കാട്ടിൽ പിടിച്ചിട്ടേ കാട്ടിൽ പിടിച്ചോണ്ട് വേണം ഞാനെ എന്നിട്ട് അവനെ കടക്കുണ്ടാക്കിയാണ്. കണ്ട അതിന് കടക്കുണ്ടാക്കിണ്ടാ കടക്കാണ്ടിരിക്കാൻ വേണ്ട. ലൈഫ് ജാക്കറ്റ് വേണ്ട. ഇതൊന്ന് കിട്ടിയാണ്. എളുപ്പമാണല്ലോ. അതെ
വേഗം വാ. ആ വേഗം വരാം നമ്മുടെ പിടിച്ചിട്ടാ ഞാൻ അപ്പുറത്താണ്. അപ്പുറത്തിന് താഴെയാണെങ്കിൽ ഞാൻ വരണ്ടേ? ആന ഉണ്ടെങ്കിൽ പറയാം ഞങ്ങള്. എങ്ങനെ പിന്നിലേക്ക് കയറിക്കണം? ഞാൻ ചാരിക്കണേ. ഫ്ലോ റെഡിയാ? റെഡിയാക്കി. ഇതെവിടെ വരെ പോകുമ്പോൾ നമ്മള് കുറച്ച് ദൂരം പോകും. ആന അവിടെ വരുത്. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെ വേണ്ട. മനസ്സിലായി. അത് മനസ്സിലായി. ഇതുവരെ ആനമരം വരുന്ന അതെ. അല്ല വരണം പറഞ്ഞിട്ടില്ലാന്ന്. അതൊക്കെ ഒരു ലക്കാണ്. ചിലപ്പോൾ കാണില്ല. എല്ലാ ജീവികളും കൊണ്ട് ഇത് നമ്മുടെ ശബരിമല വനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെ അല്ലേ? പശ്ചിമഘട്ടം. ഈ സൈഡ് അങ്ങോട്ട് തമിഴ്നാട് വരെ ഒരു 80-100 കിലോമീറ്റർ വനമാണ്. എത്ര? 100? 100 കൂടുതൽ. എന്താണ് തല? ഇല്ല, ഏയ് തലയൊന്നും പോയില്ല. അതൊക്കെ കറക്റ്റാ. ഡ്രൈവിങ്ങിനുള്ള സൂപ്പർ സ്റ്റാർ അത്. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ആ അപ്പൊ പിന്നെ നോക്കിയേ. പറഞ്ഞു ഇനി അത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ കുട്ടവഞ്ചി ഏത്? ഇതാണ് കുട്ടവഞ്ചി. അന്നത്തെ കുട്ടവഞ്ചി തുടങ്ങിയത് അല്ലേ? ഈ കുട്ടവഞ്ചാണ് ഇവിടെ അവിടേക്ക് വരാറുണ്ടല്ലോ അല്ലേ? അത് തല കറക്കണ്ടേ? തലേ നോക്കിയത് കറങ്ങിയ പിന്നെ വയ്യാണ്ട വിട്ടാ. 2-3 കറക്കം കഴിഞ്ഞാൽ നിർത്തി. പിന്നെ തല തരുന്നോണ്ടിരിക്കൂട്ടാ. ഉണ്ണിയോട് നോക്കിയ തല ഇറക്കണ്ടാ. തല ഇറക്കണ്ട. വീഡിയോ എടുക്കണേ. അതെ തല ഇറങ്ങിട്ട് വയ്യണ്ട വിട്ടാ. പിന്നെ വണ്ടിയൊക്കെ കയറുമ്പോ നടന്ന് ഇങ്ങനെ ഇങ്ങനെ പോവും. പിന്നെ നമുക്ക് പണിയാവും. ചിലവര് ഛർദിക്കും. ആൾക്കാർ തുറക്കല്. എത്ര മണിയായപ്പോ തിരിച്ചു? വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ 3 പ്രാവശ്യം എടുക്കണ്ടേ? ഈ ആദ്യം ഒരാളെ കൂടെ കയറ്റിയത് അതെ അവരെ കറക്കി തല കറക്കി കിട്ടാ. കണ്ണംകുളയും തല കറങ്ങി അവിടെ കറങ്ങി. അതെ അവരെ ചെറിയ കറങ്ങൽ കറങ്ങിക്കോ. തീരെ ഇല്ലാത്തിട്ട് വന്നല്ലോ. ചെറിയൊരു കറക്കുവോ? ഇനി കറങ്ങാനാ? നിങ്ങൾക്ക് കറങ്ങിയില്ലെങ്കിൽ മനസ്സിലാവല്ലേ? ഇപ്പോ തല കറങ്ങണ്ടാ. ചെറിയൊരു അവരെ കറക്ക്. വീഡിയോ ആകെ കറക്കതല്ലേ സുഖമുള്ളൂ. അല്ല തല കറങ്ങിട്ടാ സത്യം. തല കറങ്ങുന്നു പറയുമ്പോ തല കറങ്ങും. അത്തമതിയല്ല ഞാനീ പണ്ട് ഇങ്ങനെ വെറുതെ തിരിയേ. പിന്നെ വയ്യണ്ടാവും 2 ദിവസം വയ്യണ്ടാവും. ചെറുതാ അത് മതി. ഇതാകുമ്പോ കുഴപ്പമില്ല. മതി. നിങ്ങള് നോക്കി ആദ്യം കറങ്ങാൻ കറങ്ങണം തന്നെ നടക്കാൻ എളുപ്പമല്ലട്ടങ്ങ്. നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്ന് കറക്കുക. ആളെ വെള്ളം കുടിപ്പിക്കട്ടാ. കറക്കിട്ടേ വെള്ളം കുടിപ്പിക്കല്ലേ. ഇവിടെ ഹോഗനിക്കലുണ്ടല്ലോ. ഹോഗനിക്കലാണ് ഈ തിരിക്കുന്നത്. അവിടുന്ന് ഇത് കൊണ്ടുവന്നു. അവിടുന്ന് ഹോഗനിക്കല് ചായ തിരിക്കില്ല. തിരിച്ചു ഇപ്പൊ കൊച്ചിയിൽ പോട്ട്
സവാരിക്കായി ടിക്കറ്റ് എടുത്തവർ കാലതാമസം കൂടാതെ യാത്രയ്ക്കൊരുങ്ങേണ്ടതാണ്. കുട്ടവഞ്ചി സവാരി നടത്തുന്നവർ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ച് പാദരക്ഷകൾ ഇല്ലാതെ കുട്ടവഞ്ചിയിൽ കയറുകയും തുഴച്ചിൽക്കാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യാത്ര പൂർത്തിയാക്കേണ്ടതുമാണ്. അപകട സാധ്യതയുള്ളതിനാൽ പുഴ മുറിച്ച് കടക്കുന്നതും ഉൾവലത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്ന് വിനോദസഞ്ചാരികളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളങ്ങനെ ഈ കുട്ടവഞ്ചി സവാരിയെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗവിയുടെ പൂർണ്ണ രൂപത്തിലുള്ള വീഡിയോ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.